കുട്ടികൾക്ക് ഒഴിവ് ദിവസം വീട്ടിലിരിക്കുമ്പം നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു താളി ഉണ്ടാക്കി കാണിച്ചിട്ട് അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെ തലയിലെ പെൻഷനിലൊക്കെ മാറുകയും ചെയ്യും, നീർക്കെട്ട് വീഴത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് താളി ഉണ്ടാക്കി നോക്ക്. പെട്ടെന്ന് മുടി ഫാസ്റ്റായിട്ട് വളരും കേട്ടോ, ഉള്ളോട് നല്ല ഉള്ളോടുകൂടി വളരുകയും ചെയ്യും. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു താളിയാണേ. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം മുടിക്ക് നല്ലതാണ്, നല്ല തണുപ്പും കിട്ടുകയും ചെയ്യും, നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിലൊക്കെ ചെറിയൊരു കറ്റാർവാഴ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചെറിയ ചെറിയ തണ്ടുകൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറ്റാർവാഴ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറ്റാർവാഴ വെച്ചിട്ട് താളി ഉണ്ടാക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും, നല്ലതുമാണ് കേട്ടോ മുടിക്ക്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഫുള്ള് വേണ്ട കേട്ടോ, നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ ഒരു ചെറിയൊരു കഷ്ണം മതി. ഈ അറ്റം ഭാഗം ചെത്തിക്കളയാം കേട്ടോ, കാരണം അതിനകത്ത് ഒരു മഞ്ഞ കളറുള്ള ഒരു കറ വരും. അപ്പോൾ ആ ഒരു കറ നമുക്കത് സ്കിന്നിൽ തേച്ചാൽ പോലും ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മഞ്ഞക്കറ കളയാനായിട്ട് അറ്റം നിങ്ങൾ ചെത്തിക്കളഞ്ഞേരം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് മതി, നമുക്കൊരു 3-4 കഷ്ണമായിട്ട് ഇതുപോലെ ഇത്രയും അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഇപ്പോൾ ആ താഴെ വെച്ചേക്കുന്ന ഒരു പീസ് വെച്ചിട്ടില്ല, അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. നമുക്ക് എല്ലാം മൊത്തത്തിൽ എടുക്കണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇത്ര എടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്കൊരു 3-4 തവണയായിട്ട് എടുക്കാറുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തലേന്നത്തെ കഞ്ഞിവെള്ളത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ചോറാണെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങൾ ആ കറ്റാർവാഴയും ഉലുവയും കൂടെ ഇട്ട് വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് എടുക്കാം കേട്ടോ. ഇത് മുടിക്ക് നല്ല മുടി നല്ല ബേബി ഹെയർസ് കേൾക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ ഇപ്പം നല്ല ചൂട് കാലിലൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഉറക്കം കിട്ടാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ആഴ്ചയിൽ ഒരിക്കൽ തേച്ചാൽ മതി. ഉലുവയും അലോവേരയും കൂടെ കൂടിയിട്ട് കഞ്ഞിവെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കുമ്പോൾ നീർക്കെട്ട് കയറുന്ന പേടിയുള്ള അമ്മമാർ നിങ്ങൾ ഉലുവ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ള കരിഞ്ജീരകം, നമ്മുടെ വീട്ടിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു കുറച്ച് കരിഞ്ജീരകം ഇട്ടിട്ട് അത് കുതിർത്തിരുത്താൽ മതി കേട്ടോ. അപ്പോൾ ശരിയാവും. പിന്നെ ഇതുപോലെ ചെമ്പരത്തിയുടെ ഇത് നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ചെമ്പരത്തിയുടെ താളി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ താളി ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇലയുടെ താഴെ ഇങ്ങനെ വെള്ള പൂപ്പലൊക്കെ വരാം. അപ്പോൾ അത് നിങ്ങൾ കളഞ്ഞ് കഴുകിയെടുക്കാം കേട്ടോ. അത് നമ്മൾ കുട്ടികളുടെ തലയിലേക്ക് ആവില്ലേ, ഇൻഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് നീർക്കെട്ട് കയറാതിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ തുളസിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പനിക്കൂർക്ക ഇടട്ടോ. അപ്പോൾ ഇത് പനിക്കൂർക്കയല്ല, ഇരുവേലയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ പനിക്കൂർക്കൊക്കെ ഉണങ്ങി നിൽക്കണോണ്ട് ഞാൻ ഇരുവേലെടുത്ത് പനിക്കൂർക്കയ്ക്ക് പകരമായിട്ട് ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തുളസിയില നിങ്ങൾ പനിക്കൂർക്കയുടെ ലീഫ് ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ നീർക്കെട്ട് കയറത്തില്ല കേട്ടോ. കുട്ടികൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ, എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ തേക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തില്ല, വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഇതുണ്ടല്ലേ. ഇനി നമുക്കൊന്നുണ്ടല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ ഒഴിവ് ദിവസം തയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ചെമ്പരത്തിയുടെ ഇല നമ്മൾ അടിച്ചെടുക്കുമ്പം ആ ഒരു ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം തലയിൽ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ദൂരം അരിച്ചാലും കുറച്ചൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വലിയ അരിപ്പയിലൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു അരിപ്പയിലും കൂടെ കൂടിയിട്ട് പിന്നീട് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് മോക്ക് തേച്ചെടുക്കാൻ പറയുമ്പോൾ വെച്ച് നിറച്ച് തലയിൽ കൂടെ ഇതാന്ന് പറയും, ഈ ഇലയാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞരിപ്പെല്ലാം കൂടി അരിച്ചിട്ട് കുട്ടികളുടെ തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തേക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സോപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ശരിക്കും തല ക്ലീനായി കഴുകി പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ.